പത്തനംതിട്ടയിലും പോളിംഗ് ഉണ്ട്. ഒപ്പം കോട്ടയം മണ്ഡലത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. 33.43 എന്നാണ് ഇപ്പോൾ 12 മണിയോടുകൂടി ലഭിക്കുന്ന കണക്ക്. അത് മികച്ച പോളിംഗ് ആണ്. പ്രധാന നിയമസഭാ മണ്ഡലങ്ങളിൽ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ 36% വോട്ട് പോൾ ചെയ്ത് കഴിഞ്ഞു 12 മണിയോടുകൂടി. അത് ഒരു കനത്ത പോളിംഗിലേക്ക് പോകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, ഇത്തരത്തിൽ വ്യാപകമായ കാര്യമായ രീതിയിലുള്ള പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുത്തും കോട്ടയത്ത്. ഇത് എന്തിന്റെ സൂചനയായി കണക്കാക്കാം? മറ്റൊന്ന്, ഈ പോളിംഗ് യന്ത്രം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതികൾ കോട്ടയം ജില്ലയിൽ, കോട്ടയം മണ്ഡലത്തിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? രഞ്ജിത്ത്, പോളിംഗ് തടസ്സപ്പെട്ടത് കടുത്തുരുത്തിയിൽ മാത്രമാണ്. ഒരു ബൂത്തിൽ 129 നമ്പർ ബൂത്തിലായിരുന്നു. ഇത് ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് ഇവിടെ പോളിംഗ് ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഇവിടെ രണ്ടാം തവണയും മോക്ക് പോളിംഗ് നടത്തിയ ശേഷമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ കോട്ടയത്ത് എന്തായാലും മറ്റെവിടെ നിന്നും കാര്യമായ ഒരു പരാതിയും ഉയർന്നിട്ടില്ല. 12 മണി വരെയുള്ള ശതമാനം തന്നെ വളരെ മികച്ച പോളിംഗിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ തുടക്കത്തിൽ രാത്രിയും രാവിലെയും ചെറിയ ചാറ്റൽ മഴ കൊണ്ട് വലിയ പോളിംഗ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 33.43%, അതായത് 4,02,905 പേർ ഇതുവരെ വോട്ട് ചെയ്തു. 2,11,675 പുരുഷന്മാരും 1,91,675 സ്ത്രീകളും ഇതിനകം വോട്ട് രേഖപ്പെടുത്തി. പിറവത്ത് 29.76, പാല 32.83, കടുത്തുരുത്തി 33.6, വൈക്കം 34. അങ്ങനെ അതായത് കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയത്താണ് ഏറ്റവും കൂടുതലുള്ളത്. 36% വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തെ എല്ലാ സ്ഥാനാർത്ഥികളും കാണുന്നത്. രാവിലെ VN വാസവനും തന്നെ ഈ തോമസ് ചാഴിക്കാണ്ടും PC തോമസും ഒക്കെ ഇതിനെ പ്രതീക്ഷയോടുകൂടി കാണുന്നു എന്ന് തന്നെയാണ് അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കാര്യമായ അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകുകയും അത് ഉടൻ തന്നെ പരിഹരിച്ച് പോവുകയും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഈ കോട്ടയത്തിന്റെ ഒരുപക്ഷെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന ഐമനം ഉൾപ്പെടെ ഒരു പ്രളയബാധിത മേഖലകളൊക്കെ തന്നെയാണ്, ഐമനം, കുമരകമൊക്കെ. ആ മേഖലകളിൽ ഉള്ള പോളിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് തന്നെ ഇവിടങ്ങളിലൊക്കെയും അനുഭവപ്പെടുന്നത്. അതായത് വരുന്ന മണിക്കൂറുകളിൽ ഒക്കെയും ഇത് രേഖപ്പെടുത്തേണ്ടതാണ്. വലിയ ശതമാനത്തിലേക്ക് പോകും. കഴിഞ്ഞ തവണ 71% വോട്ടാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് ഒരുപക്ഷെ അതിനെ മറികടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ തൊട്ടു മുമ്പ് നമ്മൾ പോയ മള്ളൂശ്ശേരിയിലും ഇതേ തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും മികച്ച രീതിയിൽ ഏതെങ്കിലും ഒരു മണ്ഡലം കാര്യമായി പിന്നോട്ട് പോകുന്നു, നിയമസഭാ മണ്ഡലം കാര്യമായി പിന്നോട്ട് പോകുന്നില്ല, ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു. കോട്ടയം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വലിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു. കടുത്തുരുത്തി, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള മേഖലകളിലും മികച്ച പോളിംഗിലേക്ക് തന്നെ കാര്യങ്ങൾ